തിന്നണുണ്ട് ഞാൻ തിന്നണത് ഇത്ര നേരം ഞാനിവിടെ നിക്കുമ്പോ ആരും വന്നില്ല. മാങ്ങ കുടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോന്നു. ഹലോ, അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതിൻ്റെ ഉമ്മാടെ അനിയൻ്റെ വീടാണ്. ഞാൻ ഇന്നലെ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ വന്നത് മാമാടെ വീട്ടിലേക്കാണ് കേട്ടോ. ഉമ്മയും ഹാലും എൻ്റെ ഉണ്ണിയും ഒക്കെ കൂടെ നൈറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിന്ന് കുറച്ച് ലേറ്റായി എണീക്കാനായിട്ട്. കുറച്ചല്ല, കുറച്ചധികം. എൻ്റെ വരവ് കാണാണ്ടായപ്പോൾ ഇവർ ചായ കുടിയൊക്കെ തുടങ്ങി. വെള്ളയപ്പാണ് കേട്ടോ കഴിക്കാനായിട്ട്. വെള്ളയപ്പുണ്ട്, പാലുണ്ട്, അതുപോലെ തന്നെ കുറുമക്കറി ഉണ്ട്. എനിക്ക് കുറുമക്കറിയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പാലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക പാലും പഞ്ചസാരയും വെള്ളയപ്പമാണ് കേട്ടോ. കാണാൻ നല്ല ചന്തമുള്ള കറിയും ചന്തമുള്ള വെള്ളയപ്പമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മാമിയാണ് കേട്ടോ കുക്ക് ചെയ്തത്. വെള്ളയപ്പവും പഞ്ചസാരയും പാലും അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, മിക്കവരും കഴിച്ചിട്ടുണ്ടാവും. നല്ല കോംബോ ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ്. അതുപോലെ ദോശയും കുഴപ്പമൊന്നുമില്ല. ആ ഒരു വെള്ളയപ്പത്തിൻ്റെ പുളിയും പാലും പഞ്ചസാരയും ഒക്കെ കൂടെ ആകുമ്പോൾ വേറൊരു ടൈപ്പ് ടേസ്റ്റാണ് വരിക. എന്തായാലും എനിക്കിഷ്ടമാണ്. ഇത് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴായാലും വെള്ളയപ്പത്തിൻ്റെ നടുക്കത്തെ പോർഷൻ നിന്നാണ് ആദ്യം പിച്ച് ചീന്തി തിന്നുക. അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, പ്രത്യേക ടേസ്റ്റാണ് പാലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. പിന്നെ ഉച്ചയ്ക്കിലേക്കുള്ള ഫുഡ് ഇത് മാമ എന്നിട്ട് കുക്ക് ചെയ്യുന്നത്. മന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അതൊക്കെ മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാമയുടെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നാണൊക്കെ വിചാരിച്ചിരുന്നത്. പിന്നെ പ്ലാൻ മാറ്റി മന്തിയാക്കി. അപ്പോൾ പിന്നെ മന്തി സ്പെഷ്യലിസ്റ്റ് മാമ ഉള്ളപ്പോൾ മാമ തന്നെ വെച്ചോട്ടേന്നായി. ഞാൻ കുറേ നാൾ മുന്നേ വെച്ചിട്ടുള്ളതാണ് മന്തി. പിന്നെ ഇപ്പം ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ എന്നൊക്കെ ചെറുതായിട്ടൊക്കെ മറന്നു പോയി. അപ്പം ഞാനിത് ട്രൈ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കനൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാമ ഇതൊക്കെ വറുത്ത് കോരി വെക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മളങ്ങോട്ട് വേവിച്ച് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ. കുറച്ചൊരു ഹാഫ് വേവ് പോലെയാണ് വേവിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഹാലുവിന് മാമ കുറച്ച് ചിക്കൻ്റെ പീസ് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഹാലു ഫസ്റ്റ് ടൈമാണ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണത്. ആള് ഇതൊരു കുറുക്ക് കാര്യങ്ങളൊക്കെയാണ് കുടിച്ചിരുന്നത്. അപ്പോൾ മാമ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ടേസ്റ്റ് നോക്കിപ്പിക്കുകയാണ്. അത് തുപ്പിക്കളഞ്ഞു എക്സ്പ്രഷൻ കണ്ട. ഹാലുവിന് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് മത്തങ്ങ അതിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ ചിക്കൻ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആളിപ്പോഴാണ് ചിക്കൻ മാത്രമായിട്ട് കഴിച്ചത്. അപ്പോൾ ഇഷ്ടമായില്ല തോന്നുന്നു. ആ ഒരു ക്ഷീണത്തിൽ ആൾ കിടന്ന് കളിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു മാങ്ങ അവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ അതൊന്നും മുറിക്കാണ്ട് എന്തോ ഒരു തൊര, ശരിക്കും പറഞ്ഞാൽ കൊതി. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് മുറിക്കുന്ന സമയത്ത് ആണ് നമ്മുടെ നിച്ചും നിഹാലും, നിഹാലല്ല നിച്ചും അതുപോലെ അല്ലാനും സച്ചും ഒക്കെ വരുന്നത് കേട്ടോ. നിഹാൽ നമ്മുടെ മാമാടെ മോൻ്റെ പേരാണ് നിഹാൽ. അപ്പോൾ അവരൊക്കെ വന്നു. അപ്പം ഞാനിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലിരുന്ന് മുറിക്കുകയാണ്. അപ്പോൾ പിറകെ വന്നിട്ട് ദീദി 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 എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിച്ചു എൻ്റെ അടുത്തേക്ക് വന്നു നമ്മുടെ ഹാലുവിനായിട്ട്. അതാണ് ഈ കാലും കൈയൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്നോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ആളിങ്ങനെ നിൽക്കാണ്. ഇത് മുറിച്ച് തുടങ്ങി മുറിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഉള്ളിലൊക്കെ വിളി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ മുറിച്ച മാങ്ങയായിരുന്നു. ഇപ്പം തിന്നാമെന്നുള്ള രീതിക്ക്. പക്ഷെ എന്തോ ഉള്ളിൽ ഭയങ്കര ചളുങ്ങിപ്പോയ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടേസ്റ്റിലൊരു വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അത് മാന്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഉമ്മ വന്നേക്കുന്നത്. ചളുങ്ങിയത് തന്നെയാണ് ആള് നെയ്സിൻ്റെ എടുത്തുകൊണ്ടേത്. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ നിന്നില്ല. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹിച്ചോട്ടെ. ഈ ഒരു ചളുങ്ങിയ മാങ്ങയാണ് ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് മുറിച്ചിരുന്നത്. കാര്യം എന്തായാലും കുഴപ്പമില്ല. ഇവിടുന്ന് കൈയൊക്കെ വന്നിട്ട് ഓരോ കൈകളും ഇങ്ങൊക്കെ വന്നിട്ട് മാന്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മുറിച്ചത് എന്തായാലും ലാഭമായി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ മാമാടെ വൈഫ് കേട്ടോ. ആളുടെ പേര് നിഷിജ എന്നാണ്. ആൾ നമ്മുടെ വീഡിയോസിലൊക്കെ മിന്നായം പോലെ പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആളെ കാണിക്കണേ. ഈ ആളെ പിന്നെ അറിയാലോ നമുക്ക്. നമ്മുടെ പഴയ കണ്ടന്റ് ആയിരുന്നു ഈ വ്യക്തി. പിന്നെ പെട്ടെന്ന് മാഞ്ഞു പോയതാണ്. ആൾ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ പിന്നെ ആളെ കിട്ടാനില്ല, നമ്മളും കാണാറില്ല. നമ്മളിപ്പോൾ പോയാലല്ലേ ഇപ്പോൾ ഇവനെ കാണലൊക്കെ ഉള്ളൂ. പിന്നെ ഹാലുവിന് ഉറങ്ങാനുള്ള ടൈമായി. അവളെ ഉമ്മച്ചി തൊട്ടിയിലിട്ടിട്ട് ആട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആള് ഫോണ് കണ്ട
അപ്പം നോക്കൂട്ടോ, കണ്ണെടുക്കാണ്ട് നോക്കും. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങാ വെള്ളവും അതും ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് മാമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനല്ല, ഇവിടെ പിള്ളേർ. അപ്പോൾ ആ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവർ വന്നപ്പോൾ അവർക്ക് കൊടുക്കണതാണ് കേട്ടോ, അതായത് വെള്ളം കൊടുക്കണമല്ലോ. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് നാരങ്ങ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു മാറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ കയ്യിലിട്ട് കറക്കുന്നത്, ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ 2 ഉണ്ണികളും എൻ്റെ 2 കസിൻസും നല്ലപോലെ ഇത് ചെയ്യും കേട്ടോ. ഇതാണ് നമ്മുടെ സച്ചു. ഇവർ 2 പേരാണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റേ നമ്മൾ കളിക്കുന്ന ആ ടൈപ്പ് നോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് എണ്ണീട്ട് ഇരുന്ന് കളിക്കുകയാണ്. എന്ത് കളിയാണെന്നറിയില്ല, കുറേ കാശുണ്ട് എന്തായാലും കയ്യിൽ. ഇതാണ് നമ്മുടെ സച്ചു കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടില്ലേ അലാനു, അവൻ്റെ ഇക്കയാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ റൂമിലിരുന്ന് കുശു പറയുന്ന കുറച്ച് വിഭാഗക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് വയ്ക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. വലിയൊരു ചെമ്പിലായിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതായത് അരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഇതിലെല്ലാം കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കണത്. പിന്നെ മാമ വറുത്ത് വെച്ച, അതായത് മാമ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ, മന്തിയിലേക്കുള്ള ചിക്കനൊക്കെ ഒരാൾ തിന്നുന്നുണ്ടായിരുന്നു തെരഞ്ഞു പറക്കിയിട്ട്. പിന്നെ ഇവിടെ ചോറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ ചെസ്സ് കളിക്കായിരുന്നു. ഞാനും ഉണ്ണിയും കൂടെ ഇന്നലെ കളിച്ചു, നിഹാലും കൂടെ ഇന്നലെ കളിച്ചേക്ക് പഠിപ്പിച്ചു തന്നവന്. ഇപ്പം മാമിയും ഇവനും കൂടെ ഇരുന്ന് കളിക്കുകയാണ്. ഇത്രയും ചൂടുള്ള സമയത്ത് പുതപ്പിട്ട് മൂടിക്കെടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇവര്. കാര്യം കളിക്കുകയാണ്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവും കുറച്ച് സൈക്കോള് ഉണ്ടാവും. പുതപ്പിട്ട് പോയി. ഇവിടെ എന്ത് ചൂടെന്നറിയോ, പോരാത്തിന് കറണ്ടും പോയേക്കാം. ഇനി നമുക്ക് ഫുഡ് എന്തായി നോക്കിയിട്ട് വരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്ന് പോണതാണ്. ഇപ്പോൾ ഇവർ ചോറൊക്കെ ഊറ്റിയിട്ട് തുടങ്ങി, അതായത് മന്തി റൈസിനുള്ളതൊക്കെ ഊറ്റിയിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു വലിയൊരു അണ്ടാവ് 10 പാത്രത്തിലാണ് നമ്മൾ ഊറ്റണേട്ടാ. പിന്നെ ഫുഡൊക്കെ സെറ്റായി. അത് സെറ്റാക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ. ഫാമിലി വ്ളോഗ്സൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടോളാം. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.